ഹലോ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ വന്നത്. ജൂൺ 19 ആകുമ്പോൾ അവൾക്ക് 1 വയസ്സ് തികയണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള ഹാപ്പി ബർത്ത്ഡേ ഒരു ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരെ പറവൂർക്കാണ് കേട്ടോ വന്നാക്കണത്. അപ്പോൾ അത് നമ്മൾ അംബേദ്കർ പാർക്കിൽ വെച്ചാണ് ഷൂട്ട് പ്ലാൻ ചെയ്താക്കണത്. അപ്പോൾ 4:30ക്കാണ് അംബേദ്കർ പാർക്ക് തുറക്കുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ അംബേദ്കർ പാർക്ക്. അത്യാവശ്യം നല്ല എന്താ പറയുക, ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല പാർക്കാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു മൈൻഡ് റിഫ്രഷ് ആകാനും ഒരു ജസ്റ്റൊക്കെ ഒന്ന് നടക്കാനൊക്കെ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള പാർക്കാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും, പറവൂർ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ പാർക്ക് അറിയാൻ പറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുക, പിള്ളേരെ ഷൂട്ടൊക്കെ നടക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല പുല്ലും ഗ്രീനറിയൊക്കെ ഉള്ള സ്ഥലമുണ്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പാറുവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം പറ്റിപ്പോയി ഗൈസ്. അവളാണെങ്കിൽ ജന്മൻ്റെ കാലത്ത് പുല്ലിൽ കാല് കുത്തനുണ്ടായിരുന്നില്ല. എന്താന്ന് പറഞ്ഞോളൂ, അവൾ ഒക്കത്ത് തന്നെ ഇരിക്കുന്നത്. പിന്നെ ഒരു കണക്കിന് നമ്മളവളെ പിടിച്ചിരുത്തിയിട്ടോ, അത് ഇഷ്ടമായിട്ടില്ല. നമ്മൾ ഇരുത്തിയിട്ട് ഓടിക്കളഞ്ഞപ്പോൾ ആ ഒരു മുഖമാണ് കാണുന്നത്. പിന്നെ ആള് കരയാൻ തുടങ്ങിയപ്പോൾ പാർക്കുട്ടിയുടെ അച്ഛൻ ചെന്ന് അവളെ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അവളാണെങ്കിൽ കാല് വെച്ച് കയറിയിട മേത്തോട്ടിട്ട് ഒരു കണക്കിന് നമ്മൾ ആ നടക്കണ പാതയില്ലേ അവിടെ കൊണ്ടുപോയി ഇരുത്തിട്ടോ. പുല്ലിൽ ഇരിക്കണുണ്ടായിരുന്നില്ല. നല്ല കരച്ചിലായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4:30ക്ക് ശേഷമാണ് പോയത്, എന്നാലും നല്ല ചൂട് അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വരമ്പിൻ്റെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ആദ്യം നല്ല വിശിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയണ്ടല്ലോ, മരത്തിന് ചൂട് തോന്നണം. ഉടുപ്പ് അവളുടെയൊക്കെ തലയാണെങ്കിൽ നനഞ്ഞ് ചീഞ്ഞ് ആകെ ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഈർച്ചയൊക്കെ കൊണ്ടായിരിക്കാം അതിന് ഞാനൊക്കെ മൊബൈലിലത്ത് കുളിക്കായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഒരു കാറ്റ് എന്താ പറയുക, നമ്മൾ വായു തിങ്ങിയിരിക്കണ ഒരു ഇതായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ പോരണ നേരം ഇപ്പം അത്യാവശ്യം ഒരു കൂളിംഗ് ഒക്കെ തോന്നിയിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് ഈ ഡ്രസ്സിൽ കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ അവളെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പം ഞാൻ നൈസായിട്ട് അവൾക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണേ കേട്ടോ. പയ്യെ 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 പാറുവിൻ്റെ നിന്ന് മാറണേ. നമ്മളൊരു ബലൂണിൻ്റെ ആ ഒരു ഇതൊന്ന് അവൾക്കിടയിൽ കൊടുത്തപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് കളിച്ച് തുടങ്ങണുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചധികം നല്ല നല്ല ഫോട്ടോസ് കിട്ടിയത്. നമ്മൾ ഇരുത്തുമ്പോൾ അവളതേ ഇരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് അത്യാവശ്യം ചെറുതായിട്ട്. അതുകൊണ്ട് നമുക്ക് പുല്ലിലുള്ള ഫോട്ടോസ് കിട്ടിയില്ല, ഇവിടെ ഇരുന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടിയായിരുന്നു. ബലൂണും കാര്യങ്ങളും പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് കളകാൻ തുടങ്ങി കേട്ടോ. അവളെ എൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വരാനൊക്കെ നോക്കി. അപ്പോൾ എഴയണ ഫോട്ടോസ് നമുക്ക് അങ്ങനെ അത്യാവശ്യം കിട്ടിയെന്ന് കണ്ടതേ, കളിക്കുന്ന കണ്ട ബലൂണൊക്കെ പിടിച്ചിട്ട്. അതുകൊണ്ട് ആശ്വാസമായി, ഫോട്ടോസ് കിട്ടി ഉടുപ്പിന്. നമ്മളങ്ങനെ ഈ ഷൂട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് ഇട്ടത് വൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് അതും ഈ പറയണ പോലെ എന്താ പറയുക, നല്ല കരച്ചിൽ തന്നെയായിരുന്നു. ഈ ഡ്രസ്സ് ഒരു കണക്കിന് മാറി അടുത്ത ഡ്രസ്സ് ഇട്ടു. നമ്മുടെ പാർക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാനപ്പോൾ പാലും വെള്ളം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവൾ നല്ല കൊതുകുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഇരിക്കാൻ കൊച്ചിന് ഭയങ്കര നല്ലത്. അവൾ കരഞ്ഞിട്ട് എനിക്കിതൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ കേട്ടോ അടുത്തത്. ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇടിച്ച് ഞാനപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യുന്നതാണെങ്കിൽ അവൾ താഴെ ഇരിക്കണില്ല. അപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ്. ഞാനാണെങ്കിൽ സ്മൂത്തിനിങ് ചെയ്തിട്ട് എൻ്റെ മുഖം വ്യത്യാസമുണ്ടല്ലേ ഗൈസ്, വേറെ ഒന്നല്ല. മുടി മൊത്തം പോയി. ഇപ്പോൾ സ്മൂത്തിനിങ് ചെയ്തപ്പോൾ എന്തോ പോലെ. പിന്നെ ത്രെഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം മുഖം ഫേസ് ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് പോവേട്ട. കയ്യിൽ അതും ഇതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നിരിക്കണം. അവളൊരു തിണ്ടുണ്ട്, ആ തിണ്ടിലിരുത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കണത്. കണ്ടതേ കണ്ടോ. അങ്ങനെ ഒരു കണക്കിന് അവൾക്ക് പാലും വെള്ളമൊക്കെ കൊടുത്ത് ഇപ്പോൾ ഒരു ഇത്തിരി ഉഷാറായി. നമ്മൾ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോ ഇട്ടു. അങ്ങനെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകണേ. നല്ല അത്യാവശ്യം നല്ല ആംബിയൻസും ഗ്രീനറിയൊക്കെ ഉള്ള സ്ഥലമുണ്ടോ, നല്ലോണം നടക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടു, ഞാൻ ഈ പറവൂരുണ്ടായിട്ടും അങ്ങനെ എപ്പോഴും പോകാറൊന്നുമില്ല. ഒരു പ്രാവശ്യം പണ്ടും കണ്ടും പോയതാണ്. പിന്നെ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ കളിക്കാനുള്ള പിള്ളേരുടെ കളിത്തെത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ അവളൊരു ഊഞ്ഞാലയിൽ അവളെ കയറ്റി ഇരുത്തിയിട്ടു. അപ്പോൾ അവൾ കുറച്ച് നേരം ആടി. പക്ഷേ ആൾക്ക് അത്യാവശ്യം സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പേടിയായിരുന്നു തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് പൊന്തി. പിന്നെ നമ്മൾ നേരെ കുതിരയുടെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടോ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ 2-3 ക്ലിക്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന സമയത്താണ് കേട്ടോ വേറൊരു ഒരു ആൺകുട്ടിയാണെന്ന് തോന്നുന്നത്, മറ്റേ വണ്ണെന്നുള്ള ഇതൊക്കെ കൊണ്ട് ഇതേപോലെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിനെ കണ്ടിട്ട് നമ്മുടെ പാർക്കുട്ടിയാണെങ്കിൽ എന്താ ആഹ്ലാദം എന്നറിയോ കൊച്ചിനെ കണ്ടിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത കുതിരപ്പുറത്ത് മറ്റേ ഇങ്ങനത്തെ സംഭവത്തിൽ കയറിയിട്ട് പാർക്കുട്ടീൻ്റെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിട്ടോ. നമ്മൾ ഷവർമ കഴിക്കാൻ കയറിട്ടോ. ഇത് കോങ്ങോർപ്പള്ളിയിൽ വന്നിട്ടാണ് നമ്മൾ കഴിച്ചത്. അതേ പാർക്കുട്ടിയാണെങ്കിൽ ഞാൻ അവൾക്കൊരു പേപ്പർ കൊടുത്തിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കേണ്ട. അങ്ങനെ നമ്മൾ ഷവർമയൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഷവർമയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഉത്സവത്തിന് അതിട്ട് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാബ് ബൈ.